PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. LGS 2024 ഒന്നാം ഘട്ട പരീക്ഷ കഴിഞ്ഞു. അടുത്ത ഘട്ടങ്ങളിലേക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് തിരഞ്ഞെടുത്ത 100 സയൻസിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ LGSന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവ് ആവാൻ കഴിയാത്ത ജീവിവർഗം ഏത്? ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവ് ആവാൻ കഴിയാത്ത ജീവിവർഗം മാംസബുക്കാണ്. ആദ്യത്തെ ഉപഭോക്താവാൻ കഴിയാത്തത് മാംസബുക്ക് വരത്തില്ല അല്ലേ. ആദ്യം ആരാ വരിക? ഹരിത സസ്യങ്ങൾ വരും അല്ലെ. ഹരിത സസ്യങ്ങൾ, അതായത് ഉൽപാദകർ എന്ന് പറയുന്നത് ഹരിത സസ്യങ്ങളാണ്. അത് കഴിഞ്ഞ് ഉപഭോക്താവ് വരുന്നത് എന്താ? ഈ സസ്യത്തെ ആഹാരമാക്കുന്നവർ, അതായത് സസ്യബുക്കാണ് പിന്നീട് അവിടെ വരിക. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ സസ്യബുക്കിനെയും ആഹാരമാക്കുന്ന മാംസബുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം വരുന്നത് ഉൽപാദകരായിരിക്കും, അത് കഴിഞ്ഞ് പിന്നെ സസ്യാഹാരിയാണ് വരേണ്ടത്. അടുത്തത്, ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏത്? ഭക്ഷണത്തിലൂടെ അല്ലാതെ ലഭിക്കുന്നത് ഓപ്ഷൻ ഡി, ജീവകം ഡി ആണ്. ജീവകം ഡി എന്ന് പറയുന്നത് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം ഡി, സൺഷൈൻ വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏത്? അവസാനം മുളച്ചു വരുന്ന പല്ല് ചർവണകം ആണ്, ചർവണകം. വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക് ഏത്? നീലഗിരി താർ സംരക്ഷിക്കപ്പെടുന്ന നാഷണൽ പാർക്ക് ഇരവികുളമാണ്, ഇരവികുളം. മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ ഏത് ഗുണം പരിശോധിക്കാനാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ ജൈവാംശം പരിശോധിക്കുന്നതിന്. ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ ആ വസ്തുവിൻ്റെ നിറം എന്തായിരിക്കും? എല്ലാ വസ്തുക്കളെയും പ്രതിഫലിപ്പിക്കുന്ന, എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്ന നിറം ഏതാണ്? ഓപ്ഷൻ ബി, വെളുപ്പ് നിറം. നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ഏതാണ്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ ഒരിക്കൽ ചൂടാക്കി പിന്നെ തണുപ്പിച്ച് കഴിഞ്ഞാൽ അത് ദൃഢമാവുന്നു, അതായത് സെറ്റ് ആവുന്നു എന്നോർത്താൽ മതി. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏത് മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത്? കുമ്മായം ചേർക്കേണ്ടത് pH 5 വരുന്ന മണ്ണിനാണ്. pH 5 വരുന്ന മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത്. സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകളെ കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? സമതല ദർപ്പണവുമായി ബന്ധപ്പെട്ട ശരിയായത് ഓപ്ഷൻ സി, 1ഉം 2ഉം. വസ്തുവിന്റെ അതേ വലിപ്പമാണ് പ്രതിബിംബത്തിന്. ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള ദൂരം തുല്യമായിരിക്കും. ഇത് രണ്ടുമാണ് ശരിയായത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ശരിയായത് ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം. ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. ഇവിടെ വൃത്താകാര പാതയിലൂടെയുള്ള ചലനം നേർരേഖാ ചലനം എന്ന് കൊടുത്തിട്ടുണ്ട്. വൃത്താകാര പാതയിലൂടെയുള്ളത് വർത്തുള ചലനമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഗാനിമീഡിന്റെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി. ഗാനിമീഡ് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? ഗാനിമീഡ് വ്യാഴത്തിന്റെ ഉപഗ്രഹം. ഡെങ്കിപ്പനി പരത്തുന്നത് ഏതുതരം കൊതുകാണ്? ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് പെൻ ഈഡീസ് ആണ്. ഈഡീസ് പെൺകൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാവുന്നത് ഏത് പോഷകത്തിന്റെ കുറവ് മൂലമാണ്? ഓപ്ഷൻ ബി, വൈറ്റമിൻ കെ. വൈറ്റമിൻ കെയുടെ കുറവ് മൂലമാണ് അമിത രക്തസ്രാവം അല്ലെ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജലജന്യ രോഗം ഏതാണ്? ജലജന്യ രോഗം കോളറയാണ്, കോളറ.
കണ്ണിൻ്റെ ഏതു ഭാഗമാണ് മാറ്റിവെക്കാവുന്നത്? മാറ്റിവെക്കാൻ പറ്റുന്ന കണ്ണിൻ്റെ ഭാഗം കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അടുത്തത്, അനിയന്ത്രിത കോശ വളർച്ച ഏത് രോഗത്തിന്റെ ലക്ഷണമാണ്? അനിയന്ത്രിത കോശ വളർച്ച അർബുദത്തിന്റെ ലക്ഷണമാണ്, അർബുദം. വിളർച്ച ഏത് ധാതുവിന്റെ കുറവ് കൊണ്ടുണ്ടാവുന്നു? വിളർച്ച അഥവാ അനീമിയ എന്തിന്റെ കുറവ് കൊണ്ടാ? ഇരുമ്പിന്റെ കുറവ് കൊണ്ട് ഉണ്ടാവുന്നു. കേരളത്തിൽ സ്വാന്തന പരിചരണ നയം പാലിയേറ്റീവ് കെയർ പോളിസി ഏത് വർഷമാണ് നിലവിൽ വന്നത്? പാലിയേറ്റീവ് കെയർ പോളിസി നിലവിൽ വരുന്നത് 2008. താഴെ കൊടുത്തിരിക്കുന്നതിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തതയ്ക്ക് കാരണം വൈറ്റമിൻ എയുടെ കുറവാണ്. വൈറ്റമിൻ എയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ശരിയാണ്. വിറ്റമിൻ എയുടെ രാസനാമം റെറ്റിനോൾ എന്നാണ്. വിറ്റമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്തത എന്ന രോഗം ഉണ്ടാകുന്നു. 2ഉം ശരിയാണ്. അടുത്തത്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേര്? ചെറിയ അസ്ഥി ഓപ്ഷൻ എ ആണ്, സ്റ്റേപ്പീസ്, ചെവിയിലാണ് കാണപ്പെടുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണൂത്തി. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ഏതാ? ഓപ്ഷൻ എ, തെന്മല. നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം വൃക്കയാണ്, വൃക്ക. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നതിൽ ഏതിൻ്റെ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ്, അറ്റോമിക നമ്പർ. ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് ഏത്? ഇപ്പം നമ്മളൊരു കുറിയൊക്കെ വരയ്ക്കുമ്പോൾ ഇത് ഇങ്ങനെ ഒരു ബാർ പോലെയാണ് അല്ലെ, ചന്ദനക്കുറിയൊക്കെ വരയ്ക്കുക. അപ്പോൾ സിനബാർ എന്ന് ഓർത്താൽ മതി, സിനബാർ. പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യുവാൻ കഴിയുന്നത് താഴെ പറയുന്നതിൽ ഏത് കാരണം കൊണ്ടാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ടാണ് പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യാനായിട്ട് കഴിയുന്നത്. ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്? താഴെ പറയുന്നവയിൽ ഏതു ഗുണമാണ് ഏതിൻ്റെ അവസ്ഥയും തുടരാനുള്ള പ്രവണത എന്തെന്ന് പറയും? ജഡത്വം എന്ന് പറയും. ഓപ്ഷൻ സി, ജഡത്വം. കൊതുകിൻ്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം? കൊതുകിൻ്റെ മുട്ട വിരിയാൻ എടുക്കുന്നത് 8 ദിവസമാണ്. മുട്ട വിരിയാൻ 8 ദിവസം. പുകവലി മൂലമുണ്ടാവുന്ന രോഗമാണ് ബ്രോങ്കൈറ്റിസ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാ? ജനീവയാണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്, കരൾ. ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം ഏത്? ചലനരഹിത സന്ധിയാണ് തലയോട്ടിയിലെ സന്ധി. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒരു വിസർജനാവയവം തിരഞ്ഞെടുക്കുക. വിസർജനാവയവം വൃക്ക. ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി? ഹൃദയത്തിൽ 4 അറകളുള്ളത് മനുഷ്യനാണ് അല്ലെ, മനുഷ്യന്. താഴെ കൊടുക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റമിൻ ഏത്? വെള്ളത്തിൽ ലയിക്കുന്നത് വിറ്റമിൻ ബി ആണ്. ബിയും സിയുമാണ് വെള്ളത്തിൽ ലയിക്കുന്നത്. ബാക്കി എല്ലാം വൈറ്റമിൻ കെ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ ഇതെല്ലാം കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. മാരകമായ അസുഖം കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ് താലോലം. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206. ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം ബ്ലഡ് പ്രഷർ. ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി? ജലദോഷത്തിന് കാരണമാകുന്നത് വൈറസ്. കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി? കോളറയ്ക്ക് കാരണമാകുന്നത് ബാക്ടീരിയ. സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽ പെടുന്നു? സ്പോട്ടഡ് ഫീവറിന് കാരണമായിട്ടുള്ള രോഗാണു റിക്കറ്റ്സിയ എന്ന വിഭാഗത്തിൽ പെടുന്നു. മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ്? യൂറിയ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കരളിൽ വെച്ചാണ്, കരളിൽ.
ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏതു മൂലകത്തിന്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? ഏതിന്റെ കുറവ് മൂലമാണ്? നൈട്രജൻ. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിന്റെ വിഘടന ഫലമായിട്ടാണ് ഉണ്ടാവുന്നത്? ഓക്സിജൻ ഉണ്ടാവുന്നത് ജലം വിഘടിച്ചാണ് ഓക്സിജൻ ഉണ്ടാവുന്നത്. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗമാണ് ടൈഫോയിഡ്. കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം ഏതാണ്? ദേശാടന പക്ഷികൾ വിരുന്നെത്തുന്നത് തട്ടേക്കാടാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം. ശ്രീകാര്യം. സങ്കരയിനം നെല്ലിന് ഉദാഹരണം? സങ്കരയിനം നെല്ലാണ് അന്നപൂർണ. അനുഗ്രഹ എന്ന് പറയുന്നത് പച്ചമുളക്. ലോല എന്ന് പറയുന്നത് പയറാണ്. അനാമിക എന്ന് പറയുന്നത് വെണ്ടയാണ്. പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ ഏതാ? റൈസോബിയം. മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ത്രികങ്ങൾ എന്ന് പറയുന്നത് ആരുടെയാ? ഡൊബറൈനർ. അഷ്ടകങ്ങൾ ന്യൂലാൻഡ്സ്. അറ്റോമിക ഭാരം അടിസ്ഥാനമാക്കിയ പീരിയോഡിക് ടേബിൾ മെന്റലിയഫിൻ്റെതാണ്. അറ്റോമിക നമ്പർ അടിസ്ഥാനമാക്കിയിട്ടുള്ളത് മോസ്ലിയുടേതാണ്. ഓക്കെ, അടുത്തത്, ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു. ഏതാണ് വാതകം ശബ്ദത്തോടെ കത്തുന്നത്? ഓപ്ഷൻ എ ഹൈഡ്രജൻ. സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദതരംഗങ്ങളാണ് അൾട്രാസോണിക്. ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജമേത്? സ്ഥാനം മൂലം ലഭ്യമാവുന്നത് സ്ഥിതികോർജം. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാവുന്ന സ്ഥാനാന്തരം പ്രവേഗമാണ്. പ്രവേഗം. ജലത്തിന്റെ സാന്ദ്രത 1000 kg/m³. മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്താണ്? മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ വൈദ്യുതോർജ്ജം രാസോർജ്ജമായി മാറുന്നു. സ്വാഭാവിക റബ്ബറിന്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്താനായി അതിൽ ചേർക്കുന്ന പദാർത്ഥം ഏതാണ്? റബ്ബറിന്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്താൻ ചേർക്കുന്നതാണ് സൾഫർ. എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പ് ഏത്? എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പ് O ഗ്രൂപ്പാണ്. ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് ഇലക്ട്രോകാർഡിയോഗ്രാം ആണ്, ECG. ചെറിയ മുറിവിൽ നിന്നു പോലും അമിതമായി രക്തനഷ്ടമുണ്ടാവുന്ന രോഗാവസ്ഥ ഏതാണ്? ഹീമോഫീലിയ. രക്തദാനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. 18-നും 60-നും ഇടയിൽ പ്രായമുള്ളവർക്ക് രക്തം ദാനം ചെയ്യാം. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർ രക്തം ദാനം ചെയ്യരുത് എന്നുള്ളത്. മാസത്തിലൊരിക്കൽ രക്തം ദാനം ചെയ്യാം എന്ന് പറയുന്നത് തെറ്റാണ്. അടുത്തത്, ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ വൈറസുകളാണ്. HIV ആണ് എയ്ഡ്സിന് കാരണമായിട്ടുള്ളത്. ചുവടെ കൊടുത്തിരിക്കുന്ന ഹോർമോണുകളിൽ ഏതിൻ്റെ അഭാവം മൂലമാണ് ഒരാളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയേക്കാൾ കൂടുതലാവുന്നത്? ഏതിൻ്റെ അഭാവമാണ് പഞ്ചസാരയുടെ അളവ് കൂട്ടുന്നത്? ഇൻസുലിൻ്റെ അഭാവം. ഓക്കെ, അടുത്തത്, ആൻറ്റിബയോട്ടിക്കായ പെൻസിലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ അലക്സാണ്ടർ ഫ്ലെമിംഗ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? റെഡ് റിബൺ എയ്ഡ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗർഭാശയഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. കർണപടത്തിന്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് യൂസ്റ്റേഷ്യൻ നാളി. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗം?
ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗമാണ് എയ്ഡ്സ്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത്? ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത് പശ്ചിമ ബംഗാളാണ്, വെസ്റ്റ് ബംഗാൾ. ഏത് ഗ്രന്ഥിയാണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത്? ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്, പിറ്റ്യൂട്ടറി ഗ്രന്ഥി. ജലം അണുവിമുക്തമാക്കുന്നതിനുള്ള ശുദ്ധീകരണികളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം എന്ത്? ജലം അണുവിമുക്തമാക്കുന്നതിനുള്ള ശുദ്ധീകരണികളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതകാന്തിക തരംഗമാണ് അൾട്രാ വയലറ്റ് തരംഗങ്ങൾ. നിത്യവും പാചകത്തിന് ഉപയോഗിക്കുന്ന LPG ദ്രാവകാവസ്ഥയിലാണ്. നാം ശ്വസിക്കുന്ന വായുവിനെ വരെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം, വായുവിനെ ദ്രാവകമാക്കാനുള്ള സാഹചര്യം മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക, മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. തിളക്കം വർദ്ധിപ്പിച്ചു തരാം എന്ന പേരിൽ സ്വർണ്ണാഭരണങ്ങൾ ലയിപ്പിച്ച് കബളിപ്പിച്ചു കൊണ്ടുപോകുന്ന തട്ടിപ്പ് സംഘങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. സ്വർണം ലയിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്വാ റീജിയയിൽ അടങ്ങിയിട്ടുള്ളത് ഏതാണ്? അക്വാ റീജിയയിൽ അടങ്ങിയിട്ടുള്ളത് ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും HCl-ഉം HNO3-യുമാണ്. ബീജസങ്കലനം മനുഷ്യ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വെച്ച് നടക്കുന്നു? ബീജസങ്കലനം മനുഷ്യ ശരീരത്തിൽ നടക്കുന്നത് അണ്ഡവാഹിനി കുഴലുകളിൽ വെച്ചാണ്, അണ്ഡവാഹിനി കുഴലുകളിൽ വെച്ച്. അടുത്തത്, മിനമാറ്റ രോഗം ഏത് മലിനീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മിനമാറ്റ എന്ന് പറയുന്ന രോഗം HG മലിനീകരണം. അടുത്തത്, മാംസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാവുന്ന രോഗം ഏത്? മാംസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാവുന്ന രോഗം ക്വാഷിയോർക്കർ ആണ്, ക്വാഷിയോർക്കർ. വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിനാണ് ഉപയോഗിക്കുന്നത്? വൈഡൽ ടെസ്റ്റ് ഉപയോഗിക്കുന്നത് ടൈഫോയിഡിന്റെ നിർണയത്തിനാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ വിലയിരുത്തി ഉത്തരം എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉത്തരം ഓപ്ഷൻ B ആണ്. 2 മാത്രമാണ് ശരി. ജിയുടെ പരമാവധി മൂല്യം എവിടെയാണ്? ധ്രുവ പ്രദേശങ്ങളിലാണ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. സാധാരണ TV റിമോട്ട് കൺട്രോളിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ. TV റിമോട്ട് കൺട്രോളിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങളാണ് ഇൻഫ്രാറെഡ് രശ്മികൾ, ഇൻഫ്രാറെഡ് രശ്മികൾ. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം 15 സെന്റിമീറ്റർ ആണെങ്കിൽ വക്രത ആരം എത്രയാണ്? വക്രത ആരം 30 സെന്റിമീറ്റർ ആണ്. അപ്പോൾ R എന്ന് പറയുന്നത് 2F ആണ്. അപ്പോൾ 2 × F എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 15. 15 × 2 30 എന്ന് നമുക്ക് കിട്ടും. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ള പദാർത്ഥങ്ങളിൽ pH മൂല്യം 7-നേക്കാൾ കൂടുതലുള്ളത് ഏതിനാണ്? ഉത്തരം ഓപ്ഷൻ B ആണ്, മനുഷ്യരക്തം. മനുഷ്യരക്തത്തിന്റെ pH 7.4 ആണ്. അടുത്തത്, വിറ്റമിനുകളും അപര്യാപ്തത രോഗങ്ങളുമാണ് തന്നിരിക്കുന്നത്. ശരിയായിട്ടുള്ളത് ഏതൊക്കെ? ശരിയായിട്ടുള്ളത് ഓപ്ഷൻ D ആണ്, 1ഉം 4ഉം. വിറ്റമിൻ K രക്തം കട്ടപിടിക്കാതിരിക്കാൻ. വിറ്റമിൻ B1 ബെറി അപര്യാപ്തത രോഗം കൊടുത്തിട്ടുണ്ട്. വിറ്റമിൻ എയുടേത് റിക്കറ്റ്സ് അല്ല, വിറ്റമിൻ എയുടേത് നിശാന്തത എന്നുള്ളതാണ്, നിശാന്തത. വിറ്റമിൻ ഇയുടേത് വന്ധ്യതയാണ്, വന്ധ്യത. ഇനി സ്കർവി എന്ന് പറയുന്നത് വിറ്റമിൻ സിയുടേതും റിക്കറ്റ്സ് എന്ന് പറയുന്നത് വിറ്റമിൻ ഡിയുടേതുമാണ്. അടുത്തത്, ഫെമർ എന്ന അസ്ഥി കാണപ്പെടുന്ന ശരീരഭാഗം. ഫെമർ കാണപ്പെടുന്ന ശരീരഭാഗം കാലാണ്, കാല്. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ പ്രകാശ സാന്ദ്രതയുടെ SI യൂണിറ്റ്. പ്രകാശ സാന്ദ്രതയുടെ SI യൂണിറ്റ് ക്യാൻറ്റിലയാണ്, ക്യാൻറ്റില. മാധ്യമം ആവശ്യമില്ലാത്ത താപപ്രസരണ രീതി. മാധ്യമം ആവശ്യമില്ലാത്ത താപപ്രസരണ രീതിയാണ് വികിരണം. സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുന്നത് വികിരണമാണ്. സബ്ലിമേഷൻ സംഭവിക്കുമ്പോൾ ഖരരൂപം വാതകമായി മാറുന്നു. പാറ്റ ഗുളികയൊക്കെ നമ്മൾ എക്സാമ്പിളായിട്ട് പറയും. ഖരം നേരിട്ട് വാതകമായി മാറുന്നതാണ് സബ്ലിമേഷൻ, ഉത്പതനം എന്ന് പറയുന്നത്. വായു നിറച്ച ബലൂൺ വെയിലത്ത് വയ്ക്കുമ്പോൾ പൊട്ടാൻ കാരണമായ വാതക നിയമം. വായു നിറച്ച ബലൂൺ വെയിലത്ത് വയ്ക്കുമ്പോൾ പൊട്ടാൻ കാരണമായിട്ടുള്ള നിയമമാണ് ചാൾസ് നിയമം, ചാൾസ് നിയമം. സംഭരണ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? സംഭരണ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകം മീഥൈൻ ആണ്, മീഥൈൻ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. 100 സയൻസിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള LGSന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്